ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര ഈ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ. ഓട്ടോറിക്ഷയിൽ ആരൊക്കെയുള്ളത് നോക്കിയാൽ ഞാനുണ്ട്, അലയുണ്ട്, പിന്നെ സിനു ഉണ്ട്, ഐബു ഉണ്ട്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഓട്ടോറിക്ഷയിൽ കയറുന്നത്. അപ്പോൾ ഇത് അഹങ്കാരം കൊണ്ടൊന്നുമല്ല, നമുക്ക് ഇത്ര ദിവസം ഓട്ടോറിക്ഷയിൽ കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ കാറുണ്ടായിരുന്നു. ഇപ്പോൾ കാറില്ലാത്ത ദിവസങ്ങളാണ്. അപ്പോൾ നമ്മളെന്താക്കി, ഓട്ടോറിക്ഷയിലാണ് യാത്ര. അങ്ങനെ ഓട്ടോറിക്ഷയിലെ യാത്ര എവിടുക്കായിരുന്നു ഐബു? കുറേ കാലത്തിന് ശേഷമല്ല, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സിനുവിൻ്റെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ കയറുന്നത്. ഓട്ടോറിക്ഷയിൽ കയറിയിട്ടില്ല എന്നല്ല, സിനുവിൻ്റെ വീട്ടിലോട്ട് ഓട്ടോറിക്ഷയിൽ അത്രയും ദൂരെ നമ്മൾ ഇവിടെ യാത്ര ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ നമ്മുടെ കാറിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വഴിയിലാണ് വരുന്നത്. ഞാൻ KSRTCക്ക് വരണിച്ചിട്ടായിരുന്നു. അപ്പോൾ KSRTCയിൽ ആണുങ്ങൾക്ക് ഫ്രീ ഇല്ലല്ലോ, പെണ്ണുങ്ങൾക്ക് മാത്രമല്ലേ ഫ്രീ ഉള്ളൂ. അപ്പോൾ മക്കളായിട്ട് KSRTC എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് എനിക്ക് അറിയൂല. കാരണം ഇവരായിട്ട് ഹോട്ടലിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടാളും ചെറിയ മക്കളെ കൊണ്ട് കരച്ചിലും പിടിച്ചില്ല. അപ്പോൾ ഇനി ബസ്സിൽ കയറി ഇത് ഓട്ടോറിക്ഷ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയല്ലേ, ഫാമിലി തന്നെയല്ലേ, പിന്നെ അതിലൊക്കത്തെ ഡ്രൈവറുമാണ്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ബസ്സിലാണെങ്കിൽ ഇവരെ കരച്ചിലൊക്കെ കഴിഞ്ഞാൽ ആകെ പണിയാവും. കുറച്ച് അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എത്രയും ലോങ് ഇരിക്കണമെങ്കിൽ ഓട്ടോറിക്ഷ തന്നെ വിളിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ 3.5 മണിക്കൂറോളമായി ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് എത്തിയത്. ഒരു 11:30ക്ക് പോകുന്നതാണ്. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ സിനുവിൻ്റെ വീട്ടിലെത്തി അല്ലേ. ഇൻഷാ അല്ലാഹ് നമ്മൾ സിനുവിൻ്റെ ഇവിടുത്തെ കാറ് നമ്മൾ കൊണ്ടുപോകും അല്ലേ. സിനുവിൻ്റെ കാറ് കൊണ്ടുപോകും നമുക്ക്. സിനുവിൻ്റെ പേരയിലെ കാറ്, നമ്മളുടെ കാറ് കിട്ടുന്നത് വരെ ഇവിടുത്തെ കാറ് ഏതായാലും വെറുതെ ഒക്കെ അവിടെ. അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടി ഇല്ലാതെ നടക്കൂലേ. 2-3 ദിവസം വണ്ടി ഇല്ലാതെ ഇങ്ങനെ നടക്കുകയായിരുന്നു. കാരണം മഴ പെയ്താൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനോ, നമുക്ക് ഇന്ന് ഈ ഒരു പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബൈക്ക് കൊണ്ട് പോക്ക് നടക്കില്ല. അപ്പോൾ പിന്നെ വേറൊരു വണ്ടി റെൻറ്റിന് എടുക്കുക, അത് പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. നമുക്ക് ഇല്ലെങ്കിൽ ഇല്ലാത്ത മാതിരിയാണ് നടക്കുക അല്ലേ. അങ്ങനെ ഗായ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ അല്ലേ, പോവാ. നമ്മൾ സിനുവിൻ്റെ വീട്ടിൽ നിന്ന് എവിടേക്ക് എത്തി? ഇത് പ്രാവിൻ്റെ കുഞ്ഞുങ്ങളെ മാതിരി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, സംസാരിക്കണം കേട്ടോ. കുറുകില്ലേ, പ്രാവുകൾ കുറുകില്ല, അതേപോലെ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണേ. ഒഴിച്ച് മണ്ടണം. ചെക്കനല്ലേ ഇത് മണ്ടാൻ വേണ്ടിയിട്ട്. അലേഹ ഒന്ന് ഇതാ മറ്റേ കുത്തി വരെയല്ലേ അലേഹ. അത് മായ്ച്ചു കൊടുത്ത എങ്ങനെയാ മായ്ക്കുക? മായ്ക്കുക സ്വിച്ച് അമർത്ത്. പണ്ടൊക്കെ നമ്മുടെ അവിടെ ആണ്ടാമോളി സ്ലേറ്റ് ആയിരുന്നു ഞാനൊക്കെ പഠിക്കുമ്പോൾ. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുപ്പി ഗ്ലാസ് പോലത്തെ എന്താ ഉണ്ടാവുക, പ്ലേറ്റ്. അപ്പം അതൊന്നല്ല, ഒക്കെ ഡിജിറ്റൽ അയക്കണം ഗൈസ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ഐബോ? ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്, മനസ്സിലായോ? ഫാദേഴ്സ് ഡേ. എല്ലാവരും മദേഴ്സ് ഡേ ഒക്കെ കൊണ്ടാടുന്ന ദിവസം. എല്ലാവരും മദേഴ്സ് ഡേ ഒക്കെ കൊണ്ടാടുമ്പോൾ ഇടയ്ക്കൊക്കെ ഫാദേഴ്സിനെയും ആലോചിക്കണം എന്ന് പറഞ്ഞ മാതിരി. ഫാദേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനമാണ് ഗൈസ്. ഓക്കെ, ഒരു പൈസക്കാരനാണോ അല്ലെങ്കിൽ പാവപ്പെട്ടവനാണെന്നുള്ളതല്ല, അത് ആ ഒരു സ്ഥാനം മാറ്റാം. ആ ഒരു സ്ഥാനത്തിൻ്റെ ഒരു ഇത് അറിയണമെന്നുണ്ടെങ്കിൽ എന്താവണം, എന്നേക്കുമായിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് കോലി ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് ആ സാധനങ്ങളൊക്കെ മനസ്സിലാവും. മറ്റേത് എന്നും വീട്ടിലേക്ക് നോക്കുമ്പോൾ വാപ്പ മറുപടിയിലുണ്ട്, അല്ലെങ്കിൽ ഉമ്മ അടുക്കള കോലയിലുണ്ട്, അല്ല അടുക്കളയിലുണ്ട്, അങ്ങനത്തെ ഒക്കെ ചിന്ത നമ്മൾ നിത്യന്തരം കാണുമ്പോൾ നമുക്ക് ഓല അവിടെ ഉണ്ട് എന്നുള്ള ചിന്ത. പക്ഷെ ഓല ഒരു ദിവസം ഇല്ലാത്തൊരു ദിവസം ആകുമ്പോൾ നമ്മൾ ഒരു എതൽ കൊഴിഞ്ഞു പോയാലും നമ്മുടെ ഇതിൽ നമുക്കത് പിന്നെ വാപ്പല്ലാത്തോ ഉമ്മല്ലാത്തോ അങ്ങനത്തെ മാത്രമല്ല, നമുക്ക് എത്ര ആയാലും അവരുടെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പൈസയോ അവർ കുറേ സമ്പാദിച്ചതോ അല്ലെങ്കിൽ ഓരോ സ്വത്തോ എന്നല്ല, ആ ഒരു സ്ഥാനം നിർവഹിക്കാൻ വേറൊരാളെയും കൊണ്ട് പറ്റൂല എന്നുള്ളതാണ് അല്ലേ. അപ്പം ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. അപ്പം എല്ലാ ഫാദർമാർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഫാദേഴ്സ് ഡേ ആശംസകൾ. കുറേ ഇപ്പോൾ ഡേയ്സ് ഉണ്ട്, അപ്പോൾ അവർക്കും ഒരു ഡേ അല്ലേ. അപ്പം ഇന്നെന്താണെന്ന് അറിയുക, ഇന്ന് എൻ്റെ ഫാദറിൻ്റെ ഡേ ആണ് കേട്ടോ, മനസ്സിലായില്ലേ? ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി പോണം, അതിനാണ് ഈ കുറുക്കണത്. അത് അവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടും. ഞാൻ എടുക്ക ബാ വായോ വായോ. നീക്ക് നീച്ച് നിന്ന്. ഇല്ല എടുക്ക അപ്പൊ എടുക്ക. അല്ലേ ഒരു അവ എടുത്താ ഐബൂന് അവ എടുത്താ. കൊതുവൊക്കെ കടിച്ചിക്കണല്ലോ. എടുക്കടാ ഞാൻ എടുക്കാം. എന്താ റബ്ബേ. നമ്മുടെ കാർ പോർച്ചിലേക്ക് പുതിയ അതിഥി എത്തിയിട്ടുണ്ട്. അതിഥി മീൻസ് സിനുവിൻ്റെ വീട്ടിലെ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസം നമ്മുടെ വണ്ടി കിട്ടുന്ന വരെ ഈ വണ്ടിയിലായിരുന്നു യാത്ര. ഞാൻ അന്ന് സിനുവിൻ്റെ കൂടെ പോയപ്പോൾ എടുത്തുകൊണ്ട് 2 ദിവസത്തെ കഴിഞ്ഞിട്ടുള്ള വ്ളോഗാണ്. അതിലൊന്നും വരക്കല്ല അലേഹ. ഇതോക്ക എങ്ങനെ ഇങ്ങോട്ട് വാ
ഇതാര വണ്ടിയാ? ഇതാര വണ്ടിയാ? ഇന്നുവിന്റെ വണ്ടിയാ? ഇതിലേതാ ഇന്നുവിന്റെ വണ്ടി? അബ്ബന്റെ വണ്ടി എവിടെ? അബ്ബന്റെ വണ്ടി എവിടെ? ഏതാ അബ്ബന്റെ വണ്ടി? ഏതാ സിനുവിന്റെ വണ്ടി? ഏതാ സിനുവിന്റെ? ആഴ്ച അങ്ങനെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വ്ളോഗോ കാര്യങ്ങളോ ഒന്നും ഇട്ടായിരുന്നില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് വ്ളോഗ് ഉണ്ടാവും. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വിശേഷങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഒരു യാത്ര പോകുന്നുണ്ട്, ആ യാത്രക്കുള്ള ഒരുക്കങ്ങൾ ഒരുക്കാനുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇടാം. പിന്നെ നമ്മുടെ തുന്നിയിൽ പുതിയ സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ കാണിക്കാം. ആരോട്? എന്തേ? അതന്നെ ഈ പ്രാവിന്റെ കുഞ്ഞുങ്ങൾ കുറുക്കണ് കേട്ടിക്കണോ നിങ്ങൾ? അതേമാതിരിയാവും. ഞാനും രാത്രി കാണി എന്തപ്പോ ഈ സൗണ്ട് ചെയ്ത് നോക്കുമ്പോ ഓൻ തൊള്ളടിയ. എന്തോ സംസാരിക്കണ അവിടെ അല്ലേ? ഓക്കെ. ഈ ഒരു സാധനം ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല. ഇതെന്താ സാധനം എന്നറിയോ? ഇതാണ് കൂർക്ക അല്ലേ? കൂർക്കപ്പേരി, കൂർക്ക കൂട്ടാനും നല്ല ചോറ് തുറച്ചതും. ആരാ കൊല്ലത്തിലേക്ക് കൂർക്ക ഇഷ്ടമല്ല? കൂർക്കന്റെ ടേസ്റ്റ് പറഞ്ഞാൽ അത് വേറെ തന്നെ. ഉപ്പേരികളുടെ രാജാവാണ് കൂർക്ക. അയ്യോ എല്ലായിടത്തും എത്തും. ഒരാളാണെങ്കിലും ഫുള്ള് പേസ്റ്റ് തുറക്കലും ഓയിൽമെന്റ് തുറക്കലും. എവിടേക്ക് അവരുടെയൊക്കെ കയ്യെത്തണെന്ന് ഞാൻ ആലോചിക്കണത്. കറി പോയി ഇന്ന് കൂട്ടാല്ലാതെ തിന്നോളി. ഗൈസ്, അപ്പോ ഇന്ന് 20-ആം തീയതി, നാളെ 21, മറ്റന്നെയാണ് എന്ത് ലൈസൻസിന്റെ ടെസ്റ്റ്. അത് ഞാൻ ഫുൾ ലൈവ് ആയിക്കാരം തോക്കണത് കാണാം അല്ലെ? ജയിക്കുന്ന വണ്ടി മാറുമെന്ന് പറഞ്ഞാൽ ഈ വിചാരിച്ച വണ്ടി ഒന്നും അവിടെ പോയി കിട്ടില്ല. അവിടെ ഒരു 10 വണ്ടി ഉണ്ടാവും. ആ 10 വണ്ടി 10 തരത്തിലേക്കാരോ. അപ്പൊ ഈ വണ്ടിയിൽ എനിക്ക് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ വണ്ടിയിൽ മാത്രം ഇടാൻ സമ്മതിക്കൂല. അവിടെ ഒരു 3 ട്രയൽ കിട്ടും നേരത്തെ പോയാല്. പിന്നെ പ്രശ്നം എന്താണെന്നറിയോ? അവിടെ കേറുമ്പോ ടെൻഷൻ വരരുത്. കാരണം അന്നെ നോക്കി ഒരുപാട് ആൾക്കാരുണ്ടാവും. പോരാത്തതിന് RT ഓഫീസ് ഒരു പേപ്പറും പിടിച്ചിട്ട് ഒരു പോലീസുകാരനും ഉണ്ടാവും. സിഗ്നലൊക്കെ ഓർമ്മല്ലേ? ഇന്നും കൂടി ഇടണോ? നാളെയും കൂടി ഇടണോ? 8 ഇടുന്നുണ്ട് ഗൈസ്. 2 ഇത് 3. ഇന്നലത്തെയും കുട്ടി 3 വട്ടം പോയി. തെറ്റിക്കണം. 3 8 ചെയ്തു. മുടി ഇപ്പൊ എന്താ വെട്ടുള്ളത്? അത് പിരികത്തിന്റെ അത് വെട്ടിട്ടുള്ളേ. അത് വളർത്തുകയാണ് ഞാനേ. അതിന് ഞാൻ ഈ പരസ്യത്തിൽ കൂടെയാണ് പാർലേജി അല്ലേ? അങ്ങനെ ഗൈസ്, നാളെ കഴിഞ്ഞാൽ മറ്റന്നാ ഒരു നല്ലൊരു കിടിലൻ വീഡിയോ ഞാൻ ഇടാം. സിനുവിന്റെ ടെസ്റ്റ് 8 ഇടൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജയിച്ചു കഴിഞ്ഞാൽ ഈ പെരയിൽ എല്ലാവർക്കും മന്തി. അതിന് ഓക്കെ ആണോ? തോറ്റ് കഴിഞ്ഞാലോ? ചോറ് മീനോ? എന്റെ ഒരു അഭിപ്രായത്തില് ജയിക്കുന്നതാണ്. ബാക്കി അവിടെ എത്തുമ്പോ കാണാം. സിഗ്നല് റെഡി ആയിട്ടില്ല. എന്ത്? പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് എന്റെ ഭാഗ്യം പോലെ ഉണ്ടാവും വണ്ടി എങ്ങനെയാണെന്ന്. അവിടെ കാരണം എന്നും ഇടുന്ന വണ്ടി ആവുകൊണ്ട് ചിലപ്പോ കേടുന്നിട്ടൊക്കെ ഉണ്ടാവും. നമ്മളെപ്പോഴും നല്ല വണ്ടിയും ഇടരുത്. എപ്പോഴും ഏറ്റവും കേടുള്ള വണ്ടി ഏതാണോ അതും ഇട്ടാലേ നമ്മളെ എക്സ്പീരിയൻസ് ആവുള്ളൂ കേട്ടോ. എന്നിട്ട് അത് കിട്ടിയപ്പോ ഒരു 3 വട്ടം ഈ തോറ്റല്ലോ. പഴയ വണ്ടി കിട്ടിയപ്പോ അതാണ്. അതെന്താ? അത്രേ ഉള്ളൂ. ഞാൻ അടുത്തത് ഗൈസ്, ഉമ്മാക്ക് ഒരു ലൈസൻസ് എടുത്തു കൊടുക്കണം. നമ്മക്ക് കൊല്ലത്തേക്കൊക്കെ ഒറ്റക്ക് പോകാലോ. 4 ദിവസം പിടിക്കെങ്കിലും ആദ്യം സൈക്കിൾ ഓടിച്ച് പഠിക്കണം അല്ലേ? ഞാനേക്ക് എത്തുമ്പോഴേക്ക് നിയമം മാറും. ചിലപ്പോ 8 ഇടല് കിട്ടിയാലും പരീക്ഷയില് തോക്കുന്ന എനിക്ക് ഉറപ്പാ. കമ്പ്യൂട്ടർ കളിക്കാൻ അറിയില്ലല്ലോ. അലേന്റെ കാര്യല്ലേ, ഞങ്ങളുടെ കാര്യം പറഞ്ഞേ. നിങ്ങൾക്ക് പരീക്ഷയില് 30 ജയിക്കാൻ വെക്കോ? ഓക്കെ. അപ്പൊ ഈ ചൊവ്വാഴ്ച വൈകുന്നേരത്ത് ഉമ്മാന്റെ കാല് കാണിക്കാൻ പോണം ഡോക്ടറെ അല്ലേ? എക്സ്റേ ഒന്നും എടുക്കാൻ പറ്റില്ല. ആദ്യം ഒരു വട്ടം കൂടി കാണിക്കണം, എന്നിട്ടാ പറയാ എക്സ്റേ. അയാള് എഴുതി തന്നിട്ടില്ലല്ലോ. ഇല്ല, ഇനി ഒരു വട്ടം കൂടി വന്നിട്ട് പിന്നെ നോക്കിയിട്ട് എക്സ്റേ എടുക്കാന്നാ പറഞ്ഞേ. എൻഡോടൈപ്പ് പോയിട്ട് 2500 റുപ്യന്റെ സ്കാനിങ്. അതൊന്നും വേണ്ട.
ആ അതെ കഴിച്ച്. അപ്പോൾ ഈ ആഴ്ചത്തെ പരിപാടികൾ എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഫസ്റ്റ് സിനുവിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റാണ്. രണ്ടാമത്തത് നമ്മുടെ അമ്മാൻ്റെ കാലിൻ്റെ ടെസ്റ്റാണ്. മൂന്നാമത്തത് നമ്മുടെ പുതിയ വണ്ടിയുടെ ലോഞ്ചിങ് ആണ്. നാലാമത്തത് നമ്മൾ കൊല്ലത്തേക്കുള്ള യാത്രയാണ്. അഞ്ചാമത്തത് സിനുവിൻ്റെ ഒപ്പം ഗൾഫിൽ നിന്ന് വരുന്നതാണ്. ആറാമത്തത് ഗൾഫിൽ നിന്ന് കൊടുന്ന പെട്ടി പൊട്ടിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഈ മാസം കംപ്ലീറ്റ് ആയില്ലേ ഗൈസ്? പെട്ടി പൊട്ടിച്ച മുട്ടായി തിന്നലാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അല്ല വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ പറയും. വീഡിയോ എടുക്കാത്തതുകൊണ്ട് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയണില്ല. ഇവിടുത്തെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു മൂഡില്ല ഗൈസ്. വീഡിയോ ഒക്കെ ഒന്നും വിളിച്ചാൽ വരുന്നില്ല. പിന്നെ പിറ്റകൾ ഏത് നേരം കരച്ചിലും പൊഴിച്ചിലും തൊള്ളടലും ആണ്. കണ്ടോ, അന്നീ പറയുന്നത് നോക്കണ്ട. ഒരു ചാനൽ കൂടി ഇരുന്നില്ല. ഇനി വേറെ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് വീഡിയോ ഉണ്ടാവും. ഇനി വീഡിയോ കണ്ട ആൾക്കാർ മതിയാവും കേട്ടോ. അത് നിങ്ങൾക്കൊക്കെ ഓരോ വീഡിയോ എടുത്താൽ മതി. ഹലോ ഗൈസ്, ഞാൻ ആചറ. ഇന്ന് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി ഇതാണ്. ഞാൻ ഇന്ന് എന്തേ അതൊന്നും വാങ്ങണല്ലേ? ഗൈസ്, ഒരു സങ്കടകരമായ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ വീട് വേണ്ട ടൈമിൽ ഞാൻ എല്ലാ വീഡിയോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതായത് നമ്മുടെ സ്ഥലം വാങ്ങിയതും ഈ സ്ഥലം നമുക്ക് സ്ഥലം എങ്ങനെ ആയിരുന്നില്ല. സ്ഥലം അങ്ങനെ മൊത്തം ചെരിഞ്ഞും കണ്ടായിരുന്നു. അപ്പോൾ JCB കൊണ്ട് മാന്തി വൃത്തിയാക്കിയാണ്. ആ JCB പണിയെടുക്കാൻ ഏകദേശം 10 ദിവസത്തോളം ആയിട്ടുണ്ട്. ആ ഡ്രൈവറൊക്കെ ചിലപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുക. പക്ഷെ ആ ഡ്രൈവർ ഇന്നലെ എന്താണ് അല്ലേ തൃക്കടിയിൽ JCB ആ തൃക്കടിയിൽ കുറെ JCB നിർത്തിയിട്ടില്ലേ? ഉമ്മറിന്റെ അതന്നെ അയിന്നാ മരിച്ചിക്കണേ. കഴുകുന്ന ടൈമിൽ ആരും ഉണ്ടാവില്ല. പണി അത് ലാസ്റ്റ് പണിക്കാരോ പോയപ്പോ മരിച്ചു കിടക്കണ കാണണേ ഗൈസ്. ഷോക്ക് അടിച്ച് മരിച്ചു ഗൈസ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് ഈ വണ്ടി കഴുകണ മോട്ടറുമെന്നൊക്കെയാണ് ഷോക്ക് വരുന്നത്. അങ്ങനെ ഷോക്ക് അടിച്ചിട്ട് ചെറിയ മക്കളൊക്കെയാണ്, പെൺകുട്ടികളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം. എനിക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട മനുഷ്യനാണ്, ഇങ്ങോട്ട് വരുമ്പോൾ മയ്യത്താണ്. അപ്പോൾ എന്തായാലും ആൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ? ഇന്ന് കണ്ടോലെ നാളെ കാണുമല്ലോ. ആരോടും ദേഷ്യവും വൈരാഗ്യവും ആശയൊന്നും വെച്ചിട്ട് കാര്യമില്ല. ജീവിക്കുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകില്ല. ജീവിക്കുമ്പോൾ ഉണ്ടാക്കിയൊന്നും നമ്മൾ കൊണ്ടുപോകില്ല. അപ്പോൾ ആരോടും ദേഷ്യമൊന്നും ആർക്കും ഇല്ല കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്താ ആൾക്ക് വേണ്ടി സിദ്ധിക്കുന്നതാണ് കേട്ടോ പേര് വരുന്നത്. ഒന്ന് പോസ്റ്റ് ഔട്ടൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയാകുമ്പോൾ എത്തും. ഞാൻ എന്തായാലും മയ്യത്ത് കാണാൻ വേണ്ടി ഞാൻ പോവാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ലൈവോ